കെ കരുണാകരന്റെ വിശ്വസ്തനും തിരുവനന്തപുരം നഗരസഭ മുൻ പ്രതിപക്ഷ നേതാവുമായിരുന്ന മഹേശ്വരൻ നായർ ബിജെപിയിൽ ചേർന്നു. ഉപാധികളില്ലാതെയാണ് ബിജെപിയിൽ ചേർന്നതെന്ന് മഹേശ്വരൻ നായർ പറഞ്ഞു. കോൺഗ്രസിന്റെ വികസന കാഴ്ചപ്പാടിൽ വിശ്വാസമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എൻഡിഎ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിൽ നിന്നുമാണ് മഹേശ്വരൻ നായർ അംഗത്വം സ്വീകരിച്ചത്. വിവരങ്ങളുമായി എം കെ വിനോദ് ചേരുന്നു. വിനോദ്, ബിജെപിയിലേക്കുള്ള ഒഴുക്ക് തുടരുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് മുതിർന്ന നേതാവും ഒപ്പം കെ കരുണാകരന്റെ വിശ്വസ്തനുമായിരുന്ന മഹേശ്വരൻ നായരാണ് ഇന്ന് ബിജെപിയിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെ? തീർച്ചയായും രോഹിണി, നമ്മൾക്കറിയാം കോൺഗ്രസിലെ തലമുതിർന്ന നേതാക്കൾ, കോൺഗ്രസിനെ വളരെയധികം സ്നേഹിക്കുന്നവർ, ഇങ്ങനെയൊന്നും അല്ല പാർട്ടി പോകേണ്ടത് എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ മനസ്സുമെടുത്ത് ആ പാർട്ടി വിട്ട് ബിജെപിയിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ് ലീഡർ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ അവർ ബിജെപിയിൽ അംഗത്വം സ്വീകരിക്കുന്നു. അതുമാത്രമല്ല, തിരുവനന്തപുരത്ത് നോക്കുകയാണെങ്കിൽ പ്രമുഖ നേതാക്കളെല്ലാം ബിജെപിയിലേക്ക് വരുന്നു. കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളെല്ലാം ഓരോരുത്തരായി വരികയാണ്. തമ്പാനൂർ സതീഷ്, അദ്ദേഹം DCCയുടെ ജനറൽ സെക്രട്ടറി അടക്കമുള്ള ഭാരവാഹിയായിരുന്നു. അദ്ദേഹം പാർട്ടിയിലേക്ക് വന്നു. ഇന്ന് വന്നിട്ടുള്ള പ്രമുഖരായിട്ടുള്ള ആളുകളിൽ ഒരാളെന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവായിരുന്ന 20 വർഷക്കാലം കോൺഗ്രസിന്റെ കൗൺസിലറായിരുന്ന KPCC എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന കെ കരുണാകരന്റെ ഏറ്റവും വിശ്വസ്തരിൽ ഒരാളായിരുന്ന മഹേശ്വരൻ നായർ ഇന്ന് ബിജെപിയുടെ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നു. ഇവിടുത്തെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിൽ നിന്നാണ് അദ്ദേഹം അംഗത്വം സ്വീകരിച്ചത്. നമ്മൾക്കൊപ്പം അദ്ദേഹം ചേരുകയാണ്. എന്തായാലും ഇത്ര വർഷം, പ്രത്യേകിച്ചും ലീഡറുടെ വളരെ വിശ്വസ്തനായ ഒരാൾ ഇങ്ങനെ ബിജെപിയിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം എന്താണെന്ന് പറയാമോ? അദ്ദേഹം ലീഡർ എപ്പോഴും ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഒരു വലിയ നേതാവാണ്. അപ്പോൾ ഇപ്പം ആ ഒരു സാഹചര്യമല്ല. അദ്ദേഹം സാധാരണ പ്രവർത്തകരോടും എന്നെപ്പോലുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ഒരു പേരെടുത്ത് പറയുന്ന ഒരു ബന്ധങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുള്ള ഒരു നേതാവാണ്. അത്തരത്തിലുള്ളൊരു സാഹചര്യം ഇപ്പം പൊതുവെ കുറവാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു 3-4 വർഷമായിട്ട് സ്വല്പം പേഴ്സണലായിട്ടുള്ള പല വിഷയങ്ങളും ഉള്ളതുകൊണ്ട് ഞാൻ സ്വല്പം മാറി നിൽക്കുകയാണ്. ഈ അടുത്ത കാലത്ത് നമ്മുടെ കൃഷ്ണദാസ് ജി ഒക്കെ 4-5 പ്രാവശ്യം എന്നെ ബന്ധപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ സമയക്കുറവൊക്കെ പറഞ്ഞു. എന്നാലും ഉള്ള സമയം ഒന്ന് പ്രവർത്തിക്കണം. അപ്പോൾ ഞാൻ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർജിയുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വികസന കാഴ്ചപ്പാട്, നമ്മുടെ തലസ്ഥാന നഗരം ഞാൻ ജനിച്ച നാൾ മുതൽ ഇവിടെ ഉള്ളതാണ്. ഓരോ ദിവസം കഴിയും തോറും ജനങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ കോൺഗ്രസിന്റെ നേതൃത്വം, ഈ കോൺഗ്രസിനെ നയിക്കാൻ പാകത്തിലുള്ള ഒരു നേതൃത്വമല്ല, തമ്മിൽ പരസ്പരം മത്സരിക്കുന്ന ഒരു നേതൃത്വം, കോൺഗ്രസിന് ഒരു ഗതിയും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണോ പാർട്ടി? അതിനെക്കുറിച്ച് ഞാൻ എന്തായാലും ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. കാരണം സാധാരണ ഞാൻ ഇത്രയും കാലം ആ പാർട്ടിക്കകത്ത് നിന്നൊരാളാണ്. അപ്പം പാർട്ടിയുടെ തെറ്റുകുറ്റങ്ങളൊന്നും പറയുന്നത് എൻ്റെ ഒരു സ്വഭാവത്തിന് പറ്റിയതല്ല. അപ്പോൾ അതിൽ നിന്നും ഞാൻ KPCC എക്സിക്യൂട്ടീവ് അംഗമായി ലീഡറോടൊപ്പം ഇരിക്കാനും ലീഡറോടൊപ്പം AK ആന്റണി, ഉമ്മൻചാണ്ടി സാറിനോടൊക്കെ എക്സിക്യൂട്ടീവിൽ ഇരിക്കാനുള്ളൊരു അവസരം കിട്ടിയ ആളാണ്. പക്ഷേ ഇപ്പോൾ 8-10 വർഷമാകുമ്പോൾ സ്വാഭാവികമായും പലരും മാറിയൊക്കെ ചെയ്യും. ഈ കൂടുതൽ അതല്ല, അതിനകത്തൊരു വിഷയം എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ പാർട്ടിക്കകത്ത് ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ളത് ജനത്തിന് നേരത്തെ തന്നെ ആരും പറയണ്ട, അറിയാൻ പറ്റും. അടുത്ത ലീഡറുള്ളപ്പം ലീഡർ തന്നെയായിരുന്നു അടുത്ത മുഖ്യമന്ത്രി, അല്ലെങ്കിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവ്, അല്ലെങ്കിൽ രമേശൻ, അങ്ങനെയുള്ള ഒരു ഉമ്മൻചാണ്ടി സാർ, AK ആന്റണി. ഇപ്പം ആ ഒരു ഇതങ്ങ് മാറി. ആരാണ് എവിടെ വരുന്നു എന്നുള്ളത് അറിയില്ല. ചുരുക്കി പറഞ്ഞാൽ നമുക്കൊരു ഇതിനെ നയിക്കാൻ പറ്റുന്ന ഒരു ടീം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതിന് പൊതുജനങ്ങളാണ് അത് പറയും. പൊതുജനങ്ങളുടെ മനസ്സിലുണ്ടാവും ആരായിരിക്കും ഇതിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയാകാൻ പോകുന്നത്. അല്ല ഞാൻ തന്നെയാണ് എല്ലാം ആണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കുന്നതൊന്നും ഒരു ഏത് പാർട്ടി ആയാലും അത് ശരിയായി. അങ്ങ് കരുതുന്നുണ്ടോ കൂടുതൽ നേതാക്കൾ ഇനിയും ഇതേപോലുള്ള സമാന മനസ്കരായ കൂടുതൽ ആളുകൾ ബിജെപിയിലേക്ക് ചേരാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ? അത് ഇനിയെങ്കിലും അത് അവിടെ നേതൃത്വം ആലോചിച്ച് ബന്ധമുള്ള ആളുകളെ കൂടെ നിർത്തി ഈ പാർട്ടി
നല്ല രീതിയിൽ താഴെത്തട്ട് മുതൽ സംഘടിപ്പിക്കേണ്ട ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്താൽ അതിന് മാറ്റം വരും. അതാണ്, ഇനിയും മാറ്റം വരും. കാരണം അദ്ദേഹം പറയുന്നത് പഴയ രീതിയല്ല, ലീഡറുടെ കാലത്തെ ഉള്ള ഒരു രീതി ഒന്നും അല്ല പാർട്ടിയിലുള്ളത്. അന്നൊക്കെ കൃത്യമായി നേതൃത്വം ഉണ്ടായിരുന്നു. ഇന്ന് ആരാണ് നേതാവ് എന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് അത് മുൻകൂട്ടി പറയാൻ കഴിയുന്നില്ല. അത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ കോൺഗ്രസ് നേരിടുന്നു. അതിന്റെ ഭാഗമാണ് ഏറ്റവും അവസാനമായി ഇപ്പോൾ മഹേശ്വരൻ നായരെ പോലുള്ള ആളുകൾ, നമ്മൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചതാണ്. അദ്ദേഹം പാർട്ടി വിട്ടു വന്നെങ്കിലും ആ പാർട്ടിയെ ഒന്നടങ്കം കുറ്റം പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ആ പാർട്ടിയെല്ലാം മോശമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലുള്ള ഒരാളല്ല. വളരെ പക്വതയാർന്ന വ്യക്തിത്വത്തിന് ഉടമ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം 20 വർഷക്കാലം ഇവിടുത്തെ കൗൺസിലറായിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു, KPCC എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു. ലീഡർക്കൊപ്പം നടന്ന് പ്രവർത്തിച്ച ആൾ കൂടിയാണ് മഹേശ്വരൻ നായർ. രോഹിണി. വിനോദ്, അതോടൊപ്പം അദ്ദേഹം ചില കാര്യങ്ങൾ കൂടി നേരത്തെ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. കോൺഗ്രസിന്റെ വികസന കാഴ്ചപ്പാടിൽ വിശ്വാസമില്ല എന്ന് അദ്ദേഹം എടുത്തു പറയുന്നു. അതുമാത്രമല്ല, യാതൊരു ഉപാധികളും ഇല്ലാതെയാണ് BJPയിൽ ചേർന്നത് എന്ന് വ്യക്തമാക്കുന്നു. BJPയിലേക്ക് ഓരോ പ്രവർത്തകർ വരുമ്പോഴും അവരെയൊക്കെ ആകർഷിക്കുന്നത് മോദി എന്നുള്ള ഒരു വ്യക്തിപ്രഭാവവും അതോടൊപ്പം BJPയുടെ NDA സർക്കാരിന്റെ വികസന നേട്ടങ്ങളും തന്നെയാണ്. അത് തങ്ങളുടെ നാട്ടിലേക്കും കൂടി എത്തിച്ചേരണമെന്ന ആഗ്രഹത്തിന്റെ ഒരു ഫലമായിട്ടാണ് അവർ NDA നേതൃത്വത്തെ സ്വീകരിക്കുന്നതും BJPയിലേക്ക് ചേരുന്നതും. മഹേശ്വരൻ നായരും അതിനൊരു ഉദാഹരണമായി മാറുകയാണ്. തീർച്ചയായും രോഹിണി, നമുക്കറിയാം മഹേശ്വരൻ നായരുടെ വാക്കുകളിൽ അത് വ്യക്തമാണ്. അദ്ദേഹം പാർട്ടി അംഗത്വം സ്വീകരിച്ചുകൊണ്ട് സംസാരിച്ചത്, അദ്ദേഹം കൃത്യമായി പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരന് ഈ തലസ്ഥാന നഗരത്തെ പറ്റിയുള്ള വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അദ്ദേഹവുമായി വളരെ കുറഞ്ഞ മണിക്കൂറുകൾ സംസാരിച്ചപ്പോൾ തന്നെ ഈ നഗരത്തിന്റെ വികസന പദ്ധതി എന്താണ് ഇവിടെ നടപ്പാക്കാൻ കഴിയുക, ഈ തിരുവനന്തപുരം നഗരത്തെ എങ്ങനെ മാറ്റാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്തരത്തിലുള്ള ഒരു വികസന കാഴ്ചപ്പാടുള്ള ഒരാൾ തന്നെ ആവണം നമ്മളുടെ ജനപ്രതിനിധി എന്ന് അദ്ദേഹം വ്യക്തമായി വിശ്വസിക്കുന്നു. അതിനുവേണ്ടി താൻ ഇറങ്ങുന്നു എന്നുള്ള നിലയിലാണ് അദ്ദേഹം പാർട്ടിയിലേക്ക് വരുന്നത്. ഇത്തരത്തിൽ സമാനമായ നിലയിൽ സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ള ആളുകളാണ് തിരുവനന്തപുരത്തിന് മാറ്റം വേണം. 15 വർഷമായി ഒരേ MP തുടരുന്നു, ഒരു മാറ്റവുമില്ല. അതുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിന് ഭാരതത്തിന്റെ മറ്റ് നഗരങ്ങളെ പോലെ മാറ്റം വേണം. അത്തരം ഒരു മാറ്റത്തിന് കേന്ദ്രത്തിൽ ഇനി വരാൻ പോകുന്ന BJP സർക്കാരിന് ഒപ്പം നിൽക്കുന്ന ഒരാൾ ഇവിടെ നിന്ന് ജയിച്ചു പോകണം എന്ന് തന്നെയാണ് ഇവിടുത്തെ ആളുകൾ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ പ്രതിഫലനം കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കോൺഗ്രസിലെ തന്നെ ഇത്തരത്തിലുള്ള വളരെ നല്ല സ്വഭാവ ശീലമുള്ള അല്ലെങ്കിൽ കോൺഗ്രസിൽ തന്നെ വലിയ വിവാദങ്ങളൊന്നും ഉണ്ടാക്കാത്ത മഹേശ്വരൻ നായരെ പോലുള്ള ആളുകൾ BJPയിലേക്ക് വരുന്നത് അതിൻ്റെ പ്രകടമായ തെളിവായി തന്നെ കാണാം. രോഹിണി. വിനോദ്, അതോടൊപ്പം മഹേശ്വരൻ നായരുടെ ഒരു പ്രവർത്തന കാലയളവ് എന്ന് പറയുന്നത് വർഷങ്ങൾ നീണ്ട പാരമ്പര്യമാണ്. തിരുവനന്തപുരം നഗരത്തെക്കുറിച്ചും തലസ്ഥാന നഗരിയെക്കുറിച്ചുമൊക്കെ അദ്ദേഹത്തിന് കൃത്യമായ കാഴ്ചപ്പാടുമുണ്ട്. രാഷ്ട്രീയമായി തന്നെ മഹേശ്വരൻ നായർ BJPയിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് രാഷ്ട്രീയമായി വലിയ ചലനം സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിലും ഉറപ്പല്ലേ? തീർച്ചയായും മഹേശ്വരൻ നായരെ പോലുള്ള ആളുകൾക്ക് തിരുവനന്തപുരം നഗരത്തെപ്പറ്റി വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ ഏതെല്ലാം നിലയിലാണ് വികസനം നടപ്പാക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച കൃത്യമായ പദ്ധതികൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അതൊക്കെ BJPയുടെ ആളുകളുമായി പങ്കുവെക്കുമ്പോൾ അവരൊക്കെ ആ മനസ്സിനൊപ്പം നീങ്ങാൻ തയ്യാറുള്ളവരാണ് എന്ന് മനസ്സിലാക്കിയാണ് താൻ ഈ പാർട്ടിയിലേക്ക് വരുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് നമുക്കറിയാം 20 വർഷക്കാലം ഒരു നഗരസഭയിൽ കൗൺസിലറായി ഇരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ജനങ്ങളുമായിട്ടുള്ള ഏറ്റവും അടുത്ത ബന്ധം, അത്തരത്തിൽ ബന്ധം തുടരുന്ന ഒരാൾ തന്നെയാണ് പാർട്ടിയിലേക്ക് വരുന്നത്. അദ്ദേഹം സ്റ്റാൻഡിംഗ് കൗൺസിൽ ചെയർമാനായിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു. അതന്നെയല്ല K. കരുണാകരൻ നമ്മളുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയായിരുന്നു, K. കരുണാകരൻ തന്നെയാണ് മഹേശ്വരൻ നായരെ നിങ്ങൾ മത്സരിക്കണം, ഇവിടെ നാട്ടിൽ മാറ്റം വരണമെന്ന് പറഞ്ഞിട്ട് ഈ നഗരസഭയിൽ കൗൺസിലറായി മത്സരിപ്പിക്കാൻ മഹേശ്വരൻ നായർ മുന്നോട്ട് വരണമെന്ന് ആവശ്യപ്പെട്ടത് പോലും ലീഡറാണ്. അപ്പോൾ ലീഡർ വളർത്തിക്കൊണ്ടുവന്ന, ലീഡറുടെ മുമ്പിൽ വളർന്നു വന്ന ഒരു നേതാവാണ്. ഇത്തരത്തിലുള്ള പരിണിതപ്രജ്ഞനായ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹമാണ് മഹേശ്വരൻ നായരെ പോലുള്ള ആളുകളാണ് BJPയിലേക്ക് വരുന്നത്. അതെന്തായാലും തിരുവനന്തപുരത്തെ സംബന്ധിച്ച്, രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് ജനസമ്മതി ഉണ്ട് എന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ് മഹേശ്വരൻ നായരെ പോലെ കൃത്യമായി വികസന കാഴ്ചപ്പാടുള്ള ആളുകൾ ഈ പാർട്ടിയിലേക്ക് വരുന്നത് അതിൻ്റെ പ്രകടമായ തെളിവായി തന്നെ കാണാം. രോഹിണി. ശരി വിനോദ്. K. കരുണാകരന്റെ വിശ്വസ്തനും തിരുവനന്തപുരം നഗരസഭ മുൻ പ്രതിപക്ഷ നേതാവുമായിരുന്ന മഹേശ്വരൻ നായർ BJPയിൽ ചേർന്നു. ഉപാധികളില്ലാതെയാണ് BJPയിൽ ചേർന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസിന്റെ വികസന കാഴ്ചപ്പാടിൽ വിശ്വാസമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിൽ നിന്നുമാണ് മഹേശ്വരൻ നായർ അംഗത്വം സ്വീകരിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു MK വിനോദ്.